ഏതായാലും മോദി കഴിഞ്ഞ ദിവസം വന്നത് വെറുതെ ആയില്ല. വെടി പൊട്ടിച്ചത് കൊള്ളേണ്ടടുത്ത് കൊള്ളുക തന്നെ ചെയ്തു. ഇന്ന് തൃശ്ശൂരിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത പിണറായി വിജയന് നേരെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് ഈ ഇഡി അന്വേഷണം മകൾ വീണയിലേക്ക് നീളുമോ എന്നുള്ളതാണ്. അതിന് മറുപടിയായിട്ട് അദ്ദേഹം ശുഭിതനായി പറഞ്ഞത്, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം മൈക്ക് ഓഫ് ചെയ്ത് അദ്ദേഹം വേദി വിടുകയും ചെയ്തു. മൈക്ക് ഓഫ് ചെയ്യുന്നതൊന്നും കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ഒരു പുത്തിരിയായ സംഭവമല്ല. മൈക്ക് തന്നെ പിണങ്ങുന്നൊരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ഒരുപക്ഷെ ഈ രാജ്യത്ത് തന്നെ മൈക്ക് പിണങ്ങുന്നൊരു മുഖ്യമന്ത്രി ആദ്യമായിട്ടാണ് കാണുന്നത്. ഏതായാലും അത് വേറെ കാര്യം. സ്വാഭാവികമായ ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ ഒരുപാടൊക്കെ വരാം. ഈ സമയത്ത് തന്നെയാണ് ഇ ഡി പിടിമുറുക്കിയതും ഈ CMRL ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്തതും അതിൻ്റെ MD കർത്താവ്യമായിട്ട് ഹാജരാകണമെന്നും പറഞ്ഞൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായി തന്നെ വീണയിലേക്ക് എല്ലാ ചോദ്യങ്ങളും വരും. അതിൽ ശുഭതനായിട്ട് കാര്യമൊന്നുമില്ല. കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട് കാര്യങ്ങൾ. ഇ ഡിയുടെ പ്രവർത്തനമായാലും മോദി ഇന്നലെ പറഞ്ഞതായാലും ഒക്കെ കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പിണറായി വിജയൻ ഇത്ര ശുഭത്തിനായി പറഞ്ഞിട്ട് പോയത്. നമുക്കറിയാം, സാധാരണഗതിയിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അങ്ങനെ മറുപടി പറയല്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇരിക്കാൻ പറയുമ്പോൾ മുട്ടയെഴുന്ന മാധ്യമപ്രവർത്തകർ ഉള്ളപ്പോൾ ഇതിൻ്റെ അപ്പുറവും നടക്കും. ഏതായാലും ഇന്ന് അദ്ദേഹം ശുഭത്തിനായി. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.